കൊല്ലം ക്ലോക്ക് ടവറിനെ ചിത്രത്താളിൽ പകർത്തി 30ഓളം ചിത്രകാരന്മാരും ചിത്രകാരികളും. അർബൻ സ്കെച്ചേഴ്സ് അംഗങ്ങൾ ജനകീയ ക്ലോക്ക് ടവറിനെ ചരിത്ര സ്മാരകത്തിന് സമാനമാക്കി മിസ് കൊല്ലമാക്കി. നഗരത്തിരക്കിൽ തോന്നിയയിടത്ത് ഇരുന്നും ഇരിക്കാതെയും നടന്നും നിന്നും ഒരു കൂട്ടം ചിത്രകാരന്മാരും ചിത്രകാരികളും കോറിയിട്ടത് കൊല്ലത്തിന്റെ മുഖമുദ്രയായ ചിന്നക്കട ക്ലോക്ക് ടവർ. കൊല്ലം നഗരത്തിന്റെ വളർച്ചയും ജീവിതങ്ങളും പതിറ്റാണ്ടായി കണ്ടും കേട്ടും പ്രൗഢഗംഭീരമായി നിൽക്കുന്ന ക്ലോക്ക് ടവറിന് ഇത്രയ്ക്കും സൗന്ദര്യം, പ്രണയം, സാഹിത്യം, കവിത അങ്ങനെ പലതും ചേരും. മുമ്പ് ക്ലോക്ക് ടവർ അക്ഷരശാലയായിരുന്നു, പുസ്തക വിൽപ്പന കേന്ദ്രം. അതൊക്കെ ക്ലോക്ക് ടവറിന് ചുറ്റും അപ്രത്യക്ഷമായി. ഇതെല്ലാം അറിയുന്നവരും അറിയപ്പെടാത്തവരുമായ ചിത്രകലാകാരന്മാരും കലാകാരികളും ക്ലോക്ക് ടവറിനെ സ്കെച്ച് ചെയ്തു. ബ്ലാക്ക് ആൻഡ് വൈറ്റിലും കളറിലും. ക്ലോക്ക് ടവർ എന്ന സുന്ദരിയെ അർബൻ സ്കെച്ചേഴ്സ് മിസ് കൊല്ലമാക്കി മാറ്റി. നമ്മൾ ഇപ്പോൾ ഒരു പിക്ചർ വരച്ചിട്ട് അത് തലകീഴായിട്ട് വെച്ച് നോക്കും. കാരണം അതിൻ്റെ വരകളെ കൂടുതൽ നമ്മൾ ആഴത്തിലേക്ക് എത്തിച്ചെല്ലാനായിട്ട്, അപ്പോൾ നമ്മൾ കൂടുതൽ പാടുള്ള കാര്യങ്ങളായിട്ട് ചെയ്യാനായിട്ട്, അപ്പോൾ ഈ സറൗണ്ടിൽ ഇത്രയും വെള്ളത്തിനിടയ്ക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അത് തന്നെ ഒരു പാടാണ്. ഞങ്ങൾ ഈ നമ്മുടെ ഇപ്പോൾ ഒരു എക്സിബിഷൻ 24 മീറ്റുകൾ ചെയ്ത ഒരു എക്സിബിഷൻ ഞങ്ങൾ കണ്ടക്ട് ചെയ്തു. അപ്പോൾ നമ്മൾ കൊല്ലത്തിൻ്റെ പ്രധാന ഭാഗമായ ക്ലോക്ക് ടവർ നമ്മൾ ആക്ച്വലി അതിനകത്ത് വിസ്മരിച്ചതല്ല, അത് പിന്നീട് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ വന്ന് കണ്ട പ്രേക്ഷകരൊക്കെ ഈ ക്ലോക്ക് ടവറിനെ കുറിച്ച് ചോദിക്കുകയും പിന്നെ അടുത്ത മീറ്റ് ഞങ്ങൾ ഈ ക്ലോക്ക് ടവറിലേക്ക് വരികയാണ്. ക്ലോക്ക് ടവർ നമുക്ക് ഇവിടെ ചുറ്റിൽ നിന്നാൽ ആദ്യം കണ്ണിൽ കാണുന്നത് ക്ലോക്ക് ടവറാണ്. ഏത് സൈഡിൽ നിന്ന് വരച്ചാലും നമുക്കതിനെ എങ്ങനെ വേണേലും വരയ്ക്കാൻ പറ്റും. ഇതിന് ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിലിപ്പോൾ ഈ പറയുന്ന രാഷ്ട്രീയ നേതാക്കളുടെ പേരുകളോ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മൾ ശരിക്കും പറഞ്ഞാൽ എലക്റ്റഡ് ബൈ ദ പബ്ലിക് എന്ന് പറഞ്ഞ സാധനം കിടപ്പുണ്ട്. അത് തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് സാധനമാണ്. ഈ ഏരിയ വന്നപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നിയത് ആ ക്ലോക്ക് ടവറാണ്. എനിക്ക് മനസ്സിൽ വരയ്ക്കാൻ തോന്നിയത് അതാ. തന്നെ ഇമവിട്ടാതെ നോക്കി വരച്ചുകൊണ്ടിരിക്കുന്നവരെ നോക്കി ക്ലോക്ക് ടവറും നാണിച്ചിട്ടുണ്ടാകണം. മനുഷ്യർക്ക് മുതുമുത്തശ്ശി, മുത്തശ്ശി, അമ്മ, സഹോദരി അങ്ങനെ പലതുമാണ്. നമ്മുടെ കൊല്ലത്തിൻ്റെ കാലങ്ങളെ, നൂറ്റാണ്ടുകളെ ഓർമ്മപ്പെടുത്തുന്ന ക്ലോക്ക് ടവർ വെറും ഘടികാരമല്ല. ഒരു സമ്മേളനം വന്നാൽ ആഘോഷം ഏതായാലും ക്ലോക്ക് ടവർ ഇല്ലാത്തത് എന്ത് നോട്ടീസ്, എന്ത് സോവനിയർ, എന്ത് ലോഗോ. പക്ഷെ ഇതാദ്യമായി ക്ലോക്ക് ടവറിനെ പ്രമേയമാക്കി ഒരു ചിത്രരചന. വീണ്ടും കൊല്ലത്തിന് സാംസ്കാരിക ജില്ല എന്ന പദവി അർബൻ സ്കെച്ചേഴ്സ് നേടിയെടുക്കുമെന്ന് പ്രതീക്ഷിക്കാം. കൊല്ലമില്ലാതെ മണിമേടയില്ല, മണിമേടയില്ലാതെ കൊല്ലവുമില്ല, കൊല്ലത്തെ ജനങ്ങളുമില്ല. ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.